നമ്മൾ വെറുതെ ഇങ്ങനെ ആഗ്രഹിക്കണം, എന്ത് പടച്ചോനെ അടുത്ത കൊല്ലത്തെ ഹജ്ജിന് പോകണം. ഒറ്റ പൈസയും ചെലവില്ലാതെ ഒരു ഹജ്ജിന്റെ കൂലി കിട്ടും. എല്ലാവരും ആഗ്രഹിച്ചോളി, ഒരു പൈസയും ചെലവില്ല. അപേക്ഷ കൊടുക്കാൻ 300 റുപ്യ വേണം, ആഗ്രഹിക്കാൻ അതും കൂടി വേണ്ട. വെറുതെ ഒരു നന്മ ഒരാള് വിചാരിച്ചാൽ ആ നന്മന്റെ കൂലി കിട്ടും. അല്ലല്ലേ കൊണ്ടുപോകുന്ന ആള് കൊണ്ടുപോകുകയാണെങ്കിൽ പോണേന് എന്താ തടസ്സമുള്ളത്? നമുക്ക് ഒരു തടസ്സമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അടുത്ത കൊല്ലത്തെ ഹജ്ജിന് പോകണം. നിങ്ങൾ ആഗ്രഹിച്ചോളി, ഒരു പ്രശ്നം വരാനില്ല. അല്ല കൊണ്ടുപോകുകയാണെങ്കിൽ കൊണ്ടുപോകണേന് എന്താ? അപ്പൊ നമുക്ക് തോന്നും അതിപ്പോ തൗഫീക്ക് ഉണ്ടെങ്കിലല്ലേ നടക്കുള്ളൂ. തൗഫീക്ക് മുന്നിലല്ല, തൗഫീക്ക് പിന്നിലാണ്. നിയ്യത്ത് വെച്ചെങ്കിലേ തൗഫീക്കുള്ളൂ, അല്ലെങ്കിൽ തൗഫീക്കില്ല. ഏതെങ്കിലും ഒരു സാധുവിന് ഭക്ഷണം കൊടുക്കായിരുന്നു എന്ന് വിചാരിച്ചാലേ ഒരു സാധു ഇങ്ങോട്ട് വരുള്ളൂ, അല്ലേ വരില്ല. നിയ്യത്ത് ആദ്യം, തൗഫീക്ക് പിന്നിൽ. അങ്ങനെയാണ്. പള്ളിപ്പണി എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഒരു 10,000 റുപ്യ കൊടുക്കായിരുന്നു എന്ന് ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ പറഞ്ഞേക്കാം, അപ്പുറത്തെ മഹലിൽ പള്ളിപ്പണി ഉണ്ട്, ഓർക്ക് എന്തോ പൈസക്ക് ബുദ്ധിമുട്ടുണ്ട്. നിയ്യത്ത് വെച്ചാലേ തൗഫീക്ക് വരുള്ളൂ, അല്ലാതെ വരില്ല, ഒരിക്കലും വരില്ല. ഒരു തൗഫീക്കും നിയ്യത്തില്ലാതെ വരില്ല. അതുകൊണ്ട് നിയ്യത്ത് നല്ലതെങ്കിൽ എന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നമുക്ക് ഈ കുടുംബസംഗമം നടത്താനുള്ള തൗഫീഖ് നടത്തണമെന്ന് കരുതിയപ്പോ വന്നതാണ്, അല്ലാതെ ആദ്യം തൗഫീഖ് വന്നിട്ട് പിന്നെ കരുതിയതല്ല എന്നാ ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ആദ്യം കരുതൽ വേണം, പിന്നെയാണ് തൗഫീഖ്. അതുകൊണ്ട് ആദ്യം കരുതിക്കോളി, അപ്പോ വന്നോളും. അപ്പോ എല്ലാ കാര്യവും ഇങ്ങനെ തന്നെയാണ്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്. നമ്മളെ മനസ്സിൽ എന്താ ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ചാണ് നടക്കുന്നത്. അപ്പോ ഒരാൾക്ക് റിസ്ക് വിശാലമാവണമെന്നും ആയുസ് ദീർഘമാവണമെന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. നാട്ടുകാർക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളാണ്, പക്ഷെ അഞ്ചനോട് മുണ്ടൂല, അല്ലെങ്കിൽ ദേശനോട് മുണ്ടൂല. തറവാട്ടിക്ക് വാപ്പാനെ കാണാൻ പോയിട്ട് 3 ആഴ്ച ആയിട്ടുണ്ട്, ഇമ്മാനോട് മുണ്ടിയിട്ട് കുറെ കാലായിട്ടുണ്ട്. നാട്ടുകാർക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്, ഒരു ഉപകാരമില്ല. ആദ്യം ഉണ്ടേണ്ടത് ഉമ്മാനോട്, പിന്നെ ഉണ്ടേണ്ടത് വാപ്പാനോട്. അൽ ഉമ്മു ഹിയ അൽ മദ്റസത്തുൽ ഊലാ, ഉമ്മയാകുന്നു ഒന്നാമത്തെ പാഠശാല എന്ന് മുഹമ്മദ് നബി. അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന, വാപ്പ സ്വർഗത്തിന്റെ നടുക്കത്തെ വാതിലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ ഒരു പുതിയ പ്രവണത കാണുന്നുണ്ട്. കുട്ടികളൊക്കെ ലേശം ഇങ്ങനെ വലുതായി, ഓലൊക്കൊന്നും ഗൾഫിൽ പോയി, അല്ലെങ്കിൽ വല്ല കച്ചവടമൊക്കെ തുടങ്ങി, അത്യാവശ്യം ഒന്നും ഇങ്ങനെ ഭേദപ്പെട്ട് വരുമ്പോ ഉമ്മയും കുട്ടികളും കൂടി ഒന്നാവും. പിന്നെ വാപ്പാക്ക് ആ പെരയിൽ ഒരു നിലയും വലിയൊന്നുമില്ല. ആകെ വാപ്പ, ചില ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ട്, ആകെ വാപ്പാക്ക് ആ പെരയിൽ 3 പണി മാത്രമേ ഉള്ളൂ. ഒന്ന് രാവിലെ അങ്ങാടി പോയിട്ട് മീൻ കൊണ്ടുവരിക, രണ്ടാമത്തത് നഴ്സറി കുട്ടിനെ വണ്ടി ആറ്റി കൊടുക്കുക, മൂന്നാമത്തത് മഗ്‌രിബ് നിസ്കരിക്കാൻ ടോർച്ച് എടുത്തുങ്ങാണ്ട് പള്ളിക്ക് പോയിട്ട് മുത്താലിമീങ്ങളെ സ്വീപ്പാക്കുക. വേറൊരു പരിപാടിയില്ല. ആകെ 3 പരിപാടി, വേറെ ഒരു പരിപാടിയില്ല. ഈ മനുഷ്യന്മാര് വന്ന വഴികൾ പലപ്പോഴും മറന്നു പോകും എന്നുള്ളതാണ്. വന്ന വഴികളെ പലപ്പോഴും മറന്നു പോകുന്നു. അത് നമ്മക്കൊക്കെ ഉള്ളൊരു കുഴപ്പമാണ്, ഈ വന്ന വഴി മറക്കല്. ശുക്ർ എന്ന് പറഞ്ഞാൽ നിഅമത്തിനെ ഓർക്കലാണ്, നിഖമത്തിനെ ഓർക്കലല്ല. അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാന്ന് പറഞ്ഞാലേ ഇനി കിട്ടാനുള്ളത് ഇങ്ങനെ ആലോചിച്ചിരിക്കലല്ല, കിട്ടിയതിനെ ആലോചിച്ചിരിക്കുന്നതിനാണ് ശുക്ർ എന്ന് പറയാ. അൾട്ടോ 800 കിട്ടി, ഇന്നോവ വാങ്ങണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പടച്ചോനെ, ഞാൻ ഇന്നോവ ആയിരുന്നല്ല റബ്ബെ ആഗ്രഹിച്ചിരുന്നത് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതല്ല ശുക്ർ. അൾട്ടോ 800 കിട്ടിയല്ല റബ്ബെ എന്ന് ആലോചിക്കുന്നതാണ് ശുക്ർ. അരമണിക്കൂർ പല്ലുവേദന ഉണ്ടായപ്പോ പല്ലുവേദന ഉണ്ടായ അരമണിക്കൂർ അല്ലാ എന്തിനാ നിന്നെങ്ങനെ ഇടങ്ങാറാക്കണെന്ന് ആലോചിച്ചിരിക്കലല്ല ശുക്ർ. പല്ലുവേദന ഇല്ലാത്ത 23.5 മണിക്കൂർ കഴിഞ്ഞു പോയില്ലേ, അതിനെ ആലോചിക്കലാകുന്നു ശുക്ർ. 85 വയസ്സ് ജീവിച്ചില്ലേ, 5 കൊല്ലായിട്ടല്ലുള്ളൂ ദണ്ണം തുടങ്ങിയിട്ട്. ദണ്ണം തുടങ്ങി 5 കൊല്ലം ആലോചിച്ചിരിക്കലല്ല ശുക്ർ. ദണ്ണം തുടങ്ങണതിന് മുമ്പത്തെ 75 കൊല്ലല്ലേ, അത് ആലോചിക്കലാകുന്നു ശുക്ർ എന്ന് പറഞ്ഞത്. ശുക്ർ എന്ന് പറഞ്ഞാൽ നിഅമത്തിനെ ഓർക്കലാണ്, നിഖമത്തിനെ ഓർക്കലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും ഭക്ഷണം വിശാലമാവണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ
ആയുസ് ദീർഘമാവണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. ഒന്നാമത്തത് ഉമ്മ, രണ്ടാമത്തത് വാപ്പ, ജ്യേഷ്ഠാനുജന്മാര്, മക്കള്, സഹോദര സഹോദരിമാര്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വാക്ക് ഞാൻ അങ്ങോട്ട് പറയാണ്. കുടുംബം നന്നാവണമെങ്കിൽ, മക്കൾ നന്നാവണമെങ്കിൽ ഹലാലും തൊയ്യുമായ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. ഹലാലും തൊയ്യുമായ ഭക്ഷണം. കുടുംബം നന്നാവണമെങ്കിൽ, മക്കൾ നന്നാവണമെങ്കിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ യോജിപ്പുണ്ടാവണമെങ്കിൽ ഭക്ഷണം ഹലാലും തൊയ്യുമായിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതിലൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. ബാക്കി മതിൽ കുത്തുന്നിടത്തും കക്കൂസ് ഉണ്ടാക്കുന്നിടത്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. ഭക്ഷണം ഹലാലായാൽ മാത്രം പോരാ, ഭക്ഷണം തൊയ്യിബ് കൂടിയായിരിക്കണം. എന്താ ഹലാലും തൊയ്യിബും തമ്മിലുള്ള വ്യത്യാസം? ആളുകൾ അറിയലിനെ നമുക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അത് തൊയ്യിബാവൂല. എൻ്റെ ഈ മൊബൈൽ ഞാൻ വിൽക്കുകയാണ്. ഇത് ഞാൻ 15,000 ഉറുപ്പ്യക്ക് വാങ്ങിയതാണെന്ന് വിചാരിച്ചോളി. വിചാരിക്കാനേ പറ്റുള്ളൂ കേട്ടോ, ഞാൻ വാങ്ങിയോന്നല്ല. എൻ്റെ മേത്തുള്ള ഒരു സാധനം കായെടുത്ത് വാങ്ങിയതല്ല, തൗഫീഖ് കൊണ്ട് കിട്ടിയതാണ്. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇല്ല, ഒന്നുമില്ല. ഒരു കടലാസ് ഉണ്ട്, ഇത് ഞാൻ വാങ്ങിയതാ, വേറൊന്നുമില്ല. ഒക്കെ ഫ്രീ കിട്ടിയ സാധനങ്ങളാണ്. അപ്പൊ ഈ മൊബൈൽ ഞാൻ വാങ്ങിയതാന്ന് വിചാരിച്ചോളി. ഒരു 15,000 ഉറുപ്പ്യക്ക് ഞാൻ വാങ്ങി. ഇത് ഞാൻ വിൽക്കുകയാണ് ഒരാൾക്ക്. അപ്പൊ ഇതിന്റെ ഒറിജിനൽ വില, ഇത് രണ്ടാമത് വാങ്ങുന്ന ആള് അറിയൽ എനിക്ക് ഇഷ്ടമാണോ ദേഷ്യമാണോ? ഇഷ്ടമാണെങ്കിൽ ഇതുമെന്നുള്ള വരുമാനം തൊയ്യിബാവും. ഇഷ്ടമല്ലെങ്കിൽ ഇതിന്റെ വരുമാനം തൊയ്യിബാവൂല, ഹലാലാവും. 15,000 വാങ്ങിയിട്ട് ഞാൻ 16,000 അല്ലെങ്കിൽ 15,500 വിറ്റു. 500 ഉറുപ്പ്യ ലാഭം. പുതിയതാണെന്ന് വിചാരിച്ചോളി. അതിനിപ്പോ കൊള്ള ലാഭം എന്നൊന്നും പറയാൻ പറ്റൂല, ഹലാലാണ്. ഇതിന്റെ ഒറിജിനൽ വില അയാൾ അറിയാൻ പറ്റൂലേ? പറ്റുമെങ്കിൽ തൊയ്യിബാണ്, പറ്റൂലെങ്കിൽ തൊയ്യിബല്ല. ഇതാണ് വ്യത്യാസം. അൽ ബിർറു ഹുസ്നുൽ ഖുലുഖി വൽ ഇസ്മു മാ ഹാക ഫീ നഫ്സിക വകരിഹത യത്ലി അലൈഹി നാസ്. ഗുണം എന്ന് പറയുന്നത് സൽ സ്വഭാവത്തിനാണ്. വൽ ഇസ്മു തെറ്റ് എന്ന് പറയുന്നത് മാ ഹാക ഫീ നഫ്സിക, നിന്റെ മനസ്സിൽ ഒരു ചൊറിയൽ അനുഭവപ്പെട്ടു, ഒരു ബുദ്ധിമുട്ട്. വകരിഹത യത്ലി അലൈഹി നാസ്, ജനങ്ങൾ അറിയലിനെ നീ വെറുക്കുകയും ചെയ്തു. നല്ലോരും കച്ചവടക്കാരാണല്ലോ, നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒക്കെ കച്ചവടക്കാരാണ്. ചൈനന്ന് സാധനം ഇറക്കിയിട്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിങ്ങാണ്ട് വിൽക്കുമ്പോ ഇതിന്റെ ഒറിജിനൽ അവസ്ഥ എന്താണെന്ന് ജനങ്ങൾ അറിയലിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നോ ഇല്ലേ? ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ കാര്യവും അങ്ങനെ ഇട്ടിക്കോളി. ഞാൻ ഇപ്പൊ ഈ അടുത്തായിട്ട് ചിന്തിച്ചൊരു വിഷയമാണ്, പാലില് വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. പാലില് വെള്ളം ചേർക്കാൻ പാടില്ല. സോപ്പിൽ വെള്ളം ചേർക്കാൻ പാടുണ്ടോ? ഹോട്ടലൊക്കെ ചെന്നിട്ട് കയ്യാകിനടുത്ത് പോയി നോക്കോണ്ടോ നിങ്ങള്? എന്നാ പിന്നെ ആ കുപ്പി വെക്കണ്ട, പലർക്ക് വീടിന്ന് ഒരു കട്ട കിട്ടുമല്ലോ, അത് വെച്ചാൽ മതിയല്ലോ. അപ്പൊ ഈ കുപ്പി വെച്ചിട്ട് ഇത് ഈ കുപ്പിയിലുള്ളതാന്ന് ബോധ്യപ്പെടുത്തും വേണം, എന്നാ കുറച്ച് വെള്ളം വരും വേണം. അതാണ് സംഗതി. പാലില് വെള്ളം ചേർക്കാൻ പറ്റൂല എന്ന് അറിയണേ നമ്മക്ക്, സോപ്പിൽ വെള്ളം ചേർക്കാൻ പറ്റൂല എന്ന് എന്തേ അറിയാതെ പോയത്? ഹലാലായിരിക്കാം, തൊയ്യിബാവൂല. അങ്ങനെ സംഗതി. അപ്പൊ ഹലാലായാൽ പോരാ, തൊയ്യിബായിരിക്കണം. വരുമാനങ്ങൾ മൊത്തം ഇങ്ങനെ നമ്മൾ അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള സ്വത്ത് ഒരിക്കലും തൊയ്യിബാവൂല. അത് പറയാനാണ് ഞാനിത് പറയണത്. ജ്യേഷ്ഠാനുജന്മാര്, പെങ്ങന്മാര് എന്നൊക്കെ പറഞ്ഞപ്പോ ഓർമ്മ വന്നൊരു കാര്യമാണ്. അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതല് തൊയ്യിബാവൂല. അതിലുള്ള മക്കൾ നന്നാവുകയില്ല. അവരുടെ വരുമാനം ഭക്ഷണമായി ഉപയോഗപ്പെടുകയില്ല. എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് എന്നറിയാത്ത തരത്തിൽ നഷ്ടപ്പെട്ടു പോകും. എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. അതിന് അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ളതല്ല. ഓന്റെ വാപ്പ അനന്തരം കൊടുക്കാത്ത മുതലാണെങ്കിലും അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതല് കുടുംബത്തിന് ഉപകാരപ്പെടൂല. ഓലെ കുടുംബത്തിൽ എപ്പോഴും പ്രശ്നക്കാരം അനന്തരം കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ. അതുകൊണ്ട് അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതല് സമ്പത്ത് അതൊരിക്കലും തൊയ്യിബാവൂല. യതീം മക്കളുടെ മുതൽ അപഹരിച്ചത് തൊയ്യിബാവൂല. വഖഫ് മുതൽ കൈവശം വെച്ചത് തൊയ്യിബാകൂല.
ഭാര്യക്ക് ഇഷ്ടമില്ലാതെ അവളുടെ പണ്ടം വിറ്റിട്ടുണ്ട് ഉണ്ടാക്കിയത് തൊയ്യിബാവൂല. എന്നിട്ട് കൊണ്ടടി ചെയിനെന്ന് പറഞ്ഞു, തന്നില്ലെങ്കിൽ 3 മണി ചെല്ലും. പിന്നെ തരല്ലാതെ എന്താ കാട്ടുക? ഭാര്യയുടെ ഇഷ്ടമില്ലാതെ അവളുടെ സമ്പത്ത് വിറ്റുണ്ടാക്കിയത് തൊയ്യിബാവൂല. ഇഷ്ടല്ല എന്നുള്ളതിന്റെ തെളിവ് എപ്പോഴാ അറിയാന്നറിയ നിങ്ങള്? മരിച്ചിട്ട് മുതൽ ഓരിവെക്കുമ്പോ അടുക്കളയിൽ നിന്ന് ഉമ്മ വിളിച്ചു പറയും, മക്കളെ റോഡിനോട് ചേർന്ന് ഉമ്മക്ക് 3 സെന്റ് ഏറെ അളന്നാളിട്ടോ. വാപ്പ പണ്ട് ഖത്തർക്ക് പോയത് ഉമ്മാന്റെ കമ്മല് വിറ്റിട്ടായിരുന്നു. ഇഷ്ടല്ല എന്നുള്ളതിന്റെ തെളിവാണത്. ഇഷ്ടമുള്ള സാധനം പിന്നെ പറയാൻ പാടില്ല. ഞാൻ ആർക്കെങ്കിലും ഒരു 100 റുപ്യ എടുത്തു, ഇഷ്ടപ്പെട്ട് കൊടുത്തതാണെങ്കിൽ അത് ഇടക്കിടക്ക് വിളിച്ചു വരാനൊന്നും പാടില്ല. കൊടുത്തു കഴിഞ്ഞു, അത് ഇന്റെ മുതലല്ലാതെയായി, അയാളുടെ ആയി. ഇനി അതിന്മേൽ ഒരു അവകാശവും ഇല്ല. തന്നെ പലപ്പോഴും